വയനാട് അമരക്കുനിയിലെ വേട്ടക്കാരൻ കടുവ ഇപ്പോഴും കാണാമറയത്ത് തുടരുന്നു. ഇന്നലെ രാത്രി വീണ്ടും ആടിനെ ആക്രമിച്ചു കൊന്നു. ഒരാഴ്ചക്കിടെ 5ാമത്തെ ആടിനെയാണ് പിടികൂടുന്നത്. തൂപ്ര അംഗൻവാടിക്ക് സമീപത്തുള്ള ചന്ദ്രൻ പെരുമ്പറമ്പിലിന്റെ ആടിനെയാണ് കൊന്നത്. വയനാട്ടിൽ നിന്ന് അനൽക സെയ്ദ് ചേരുന്നുണ്ട്. അനൽക, ഇതിപ്പോൾ കുറേ ദിവസമായി ഇത്തരത്തിൽ തന്നെ ഈ ആശങ്ക ഇങ്ങനെ തന്നെ തുടരുന്നു. ഇന്നലെ ഇപ്പോൾ ഈ ഡ്രോണിലൊക്കെ കടുവയെ കണ്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് എന്തായി സാഹചര്യം? അതിരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി 11:30 കൂടിയിട്ട് കടുവ വീണ്ടും ആടിനെ കൊല്ലുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് ശേഷം അതായത് ഈ ആഴ്ച 5ാമത്തെ ആടിനെയാണ് ഈ കടുവ കൊല്ലുന്നത്. അതായത് ഇന്നലെ പുലർച്ചെ സമാനമായി ഈ കടുവ ആടിനെ കൊന്നിരുന്നു. അത് കഴിഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് കടുവ അടുത്തൊരു ആക്രമണത്തിന് മുതിർന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കടുവ ഈ ആടിനെ ഭക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഈ ആടിനെ കെണിയാക്കി വെച്ചിട്ട് കടുവയെ കൂട്ടിലകപ്പെടുത്താനുള്ള ശ്രമം തന്നെയായിരിക്കും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതായത് ഇന്നലെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള അമരക്കുനിയിലെ ഊട്ടി കവലയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇന്നലെ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതായത് പെരുമ്പറമ്പിൽ ചന്ദ്രന്റെ ആടിനെയാണ് കടുവ ആക്രമിച്ചത്. അതായത് ഇന്നലെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള തൂപ്ര, അതായത് ഊട്ടിക്കവലയിൽ ഈ തൂപ്ര കോളനി ദേവർഗത തൂപ്ര കോളനിക്ക് സമീപമാണ് ഈ കടുവ ആടിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അതോടെ ഇന്നലെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ വനം വകുപ്പും അതേപോലെ തന്നെ RRT സംഘവും ഒക്കെ തന്നെ ഈ കടുവയെ ഉടനെ തന്നെ ഈ സംഭവസ്ഥലത്ത് എത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ തെർമൽ റൺ ഉപയോഗിച്ച് ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ശേഷം ഈ സമീപത്ത് തന്നെ അതായത് വനംവകുപ്പ് ഇവിടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇവിടുത്തെ ഗ്രാമീണ റോഡുകളെല്ലാം അടയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നലെ ഏകദേശം 6 മണിയോട് കൂടിയിട്ട് 5:30 മണിയോട് കൂടിയിട്ട് തെരച്ചിൽ അവസാനിപ്പിച്ച സമയത്ത് അതായത് ഈ ഊട്ടിക്കവലയിൽ, അതായത് ഒരു സ്ത്രീ പറമ്പിൽ, അതായത് ഇഞ്ചിപ്പാടത്ത് ഈ കടുവയെ കണ്ടെന്നൊരു സംശയം പ്രകടിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തെരച്ചിൽ, അതായത് വൈകുന്നേരത്തോടു കൂടി വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. അത്തരത്തിൽ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അതായത് ഇന്നലെ ഊട്ടിക്കാവിലേക്ക് അടുത്ത് ഏകദേശം ഈ 300 മീറ്റർ ചുറ്റളവിൽ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കടുവ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂടിന് സമീപം വരെ എത്തിയിരുന്നു. പിന്നീട് അതായത് രാത്രി ഒരു 11 മണിയോട് കൂടിയിട്ട് കടുവ ആ കൂടിന് സമീപത്ത് നിന്ന് മാറിപ്പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഈ കടുവ എന്ന് പറയുന്നത് പിന്നീടാണ് 11 മണിയോട് കൂടിയിട്ട് അതായത് ഈ ഊട്ടിക്കാലയിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ട് ദേവർഗതയ്ക്ക് സമീപം ഇത്തരത്തിലൊരു ആടിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് തന്നെ വനംവകുപ്പ് പരിസരം നടത്തി ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കടുവയെ കണ്ടെത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും നടത്തിയിരുന്നു. എന്നാൽ കടുവയുടെ പിന്നീട് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ന്യൂസ് മലയാളത്തോട് കൂടിയിട്ട് ഇന്നലെ ഈ ഒരു തെരച്ചിൽ ഈ ജനകീയ സമിതിയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള അജിത്ത് ആണ് നമ്മളോട് കൂടി ചേരുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്? ഡ്രോൺ പരിശോധന നടക്കുന്നുണ്ട്. പെരുമ്പറമ്പിൽ ചന്ദ്രൻചാന്റെ വീട്ടിൽ നിന്നാണ് ആടിനെ പിടിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം ഊട്ടിക്കവലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഡ്രോൺ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ RRT സംഘം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ കടുവ മിസ്സായിരുന്നു. 11:50 കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആടിനെ പിടിക്കുന്നുണ്ടായത്. അപ്പോൾ തന്നെ വാർഡ് മെമ്പർ വിളിച്ചു, എന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അവിടെ DF ഉൾപ്പെടെ തൊട്ടടുത്തുണ്ട്. മുഴുവൻ ടീമും 12 മണിയായപ്പോൾ ഇവിടെ എത്തുന്നവരുണ്ടായി. ആ കൂടിനോട് ചേർന്ന വീടിനകത്ത് തന്നെ ഡോക്ടർ അരുൺ സക്രിയാസ് ഉൾപ്പെടെയുള്ള ആൾ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിന്നീട് കടുവ ഇവിടെ വരുന്നതിലുണ്ടായിട്ടില്ല. ആ ആട് ഞങ്ങൾ വരുമ്പം ചത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല, ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പക്ഷേ കടുവ അവിടേക്ക് വന്നില്ല. ഡ്രോൺ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ടീമും RRT ടീമും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ടീമും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ ഈ കടുവയുടെ സഞ്ചാരപഥം കണ്ടെത്താൻ ഈ RRT ടീമിന് സാധിച്ചു? വയനാട്ടിൽ ഭീതി പടർത്തുന്ന കടുവയ്ക്കായുള്ള തിരച്ചിൽ വ്യാപകമായി തുടരുകയാണ്. ഇന്നലെയും ഇപ്പോൾ കടുവ ഒരാടിനെ കടിച്ചു കൊന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ വീണ്ടും തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. ഈ RRT സംഘം അടക്കമുള്ള സംഘം അവിടെ തുടരുകയാണ്. വിശദമായ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ ഈ കടുവ ആടിനെ കടിച്ചു കൊന്നതിൻ്റെ പിന്നാലെ തന്നെ പരിശോധനയും വീണ്ടും ശക്തമാക്കി.
എന്നാൽ അപ്പോൾ വെടിവെക്കാനുള്ള സംവിധാനത്തിൽ അവിടെ നിൽക്കുന്നത്. അതായത് കടുവയെ കണ്ടു കഴിഞ്ഞാൽ മയക്കുവെടി വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലേക്കും വനവകുപ്പ് നീങ്ങിയിട്ടുണ്ട്. എല്ലാ തയ്യാറെടുപ്പിലും തന്നെയാണ് ഉള്ളത്. ഇന്നലെയും ഡാർട്ടിങ് ചെയ്യാൻ വേണ്ടിയുള്ള ടീമാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കടുവ നമുക്ക് എന്താ പറയുക മിസ്സാവുന്നല്ലേ ഉണ്ടായി. അത് പക്ഷേ ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെയൊന്നും പിന്നീട് കടുവയെ കാണാനുള്ള തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വനവകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ഈ പ്രദേശത്ത് നൽകിയിട്ടുണ്ട്? ഈ പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയത് പറഞ്ഞ് ഈ പ്രദേശവാസികളോട് മുന്നറിയിപ്പ് വനവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അതെ, അജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഡോക്ടർ അരുൺ സക്രെ, മയക്കുവെടി വിദഗ്ധൻ അരുൺ സക്രയും സംഘവും ഈ ആടിക്കൊല്ലി ഭാഗത്ത്, അതായത് ദേവർഗദ്ദയ്ക്ക് സമീപമുള്ള ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള ഈ സ്ഥലത്ത് തുടരുകയാണ്. മയക്കുവെടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് ഇപ്പോഴും പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ഏകദേശം 11:30 മണിയോട് കൂടിയിട്ടാണ് ഈ ആടിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പ്, അതായത് ഈ വൈകുന്നേരം കടുവയുടെ സാന്നിധ്യം പിന്നീട് വീണ്ടും കണ്ടെത്തിയതിനു ശേഷം വനവകുപ്പിന്റെ സംഘം അതായത് RRT സംഘം ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സ്ഥലത്തെത്തി. അതായത് നേരത്തെ കടുവയുടെ സാന്നിധ്യം സംശയിച്ചിരുന്ന ഊട്ടിക്കവലയിലെത്തി ഈ തെരച്ചിൽ നടത്തിയിരുന്നു. അതായത് ആ ഒരു 500 മീറ്റർ പരിധിയിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ കടുവ, അതായത് ഈ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്നും, അതായത് നിരീക്ഷണ വലയത്തിൽ നിന്നും പുറത്തു പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതിനുശേഷമാണ് ഈ ആടിക്കൊല്ലിയിലെത്തിയിട്ട്, അതായത് ഈ ഊട്ടിക്കവലയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറിയിട്ടുള്ള ആടിക്കൊല്ലിയിലെത്തിയിട്ട് ഇത്തരത്തിൽ പെരുമ്പറമ്പിൽ ചന്ദ്രന്റെ ആടിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഇന്നലെ ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് വെറ്റിനറി സർജൻ നിർദ്ദേശിക്കുന്ന പക്ഷം അതിൻ്റെ നഷ്ടപരിഹാരം കാലതാമസമില്ലാതെ ലഭ്യമാക്കുമെന്ന് ഇന്നലെ വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ ജനങ്ങളൊക്കെ ഒന്നടങ്കം ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുള്ളത് നേരിട്ട്, അതായത് കടുവയെ കെണിവെച്ച് പിടിക്കാതെ നേരിട്ട് മയക്കുവെടി വെക്കുന്ന ഒരു രീതിയിലേക്ക് വനവകുപ്പ് നീങ്ങണമെന്നൊരു ആവശ്യവും ജനകീയ സമിതി ഭാരവാഹികൾ ഉന്നയിച്ചിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിളവെടുക്കുന്ന സമയമാണ്. ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലവും അതേപോലെ തന്നെ ഈ അമരക്കുനി ഭാഗം എന്ന് പറയുന്നത് കർഷക ഗ്രാമമാണ്. ഇവിടെയുള്ള കൂടുതൽ ആൾക്കാരും കൃഷിക്കാരാണ്. അതോടൊപ്പം തന്നെ ക്ഷീര കർഷകരും ഈ സ്ഥലത്തുണ്ട്. വിളവെടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കാപ്പി അടക്കമുള്ള നാണ്യവിളകൾ കൃഷിയെടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് ഇനിയും വിളവെടുപ്പ് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഇവർക്ക് ഉണ്ടാകുമെന്നൊരു ആശങ്ക ഇവരെ പിന്തുടരുന്നുണ്ട്. കൂടാതെ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പരിപാടി എന്ന് പറയുന്നത്, ജോലി എന്ന് പറയുന്നത് രാവിലെയാണ്. അതായത് അതിരാവിലെ അവരുടെ പശുവിനെയും ആടിനെയും കൊണ്ട് പുല്ല് തീറ്റിക്കണം. അതേപോലെ തന്നെ ഇത്തരം പരിപാടികൾ രാവിലെയാണ് നടത്തേണ്ടത്. പക്ഷേ ഈ കടുവയുടെ ഭീഷണി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇത്തരം പരിപാടികൾ അതായത് ഈ തീറ്റ ഉൾപ്പെടെയുള്ള കൊടുക്കേണ്ട സംവിധാനങ്ങളിൽ ഒരു ചെറിയൊരു ആശങ്ക. അനിൽക്ക, നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ അനിൽക്ക് നേരത്തെ സൂചിച്ചതുപോലെ ഈ തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ വെച്ച് പരിശോധന വളരെ ശക്തമായും കർശനമായും ഒക്കെ അവിടെ തുടരുകയാണ്. ഞാൻ ചോദിക്കുന്നത്, എത്തരത്തിലാണ് ഈ തെരച്ചിൽ, അതായത് തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതല്ലാതെ മറ്റു തരത്തിലുള്ള തിരച്ചിൽ എങ്ങനെയാണ്? ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചപ്പോൾ മിനിഞ്ഞാന്നും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇന്നലെയും അതുതന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ കെണി വെക്കുന്നുണ്ടോ? എങ്ങനെയാണ് ബാക്കിയുള്ള പരിശോധനകൾ എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം കടുവയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിന് ശേഷം, അതായത് ഈ ഊട്ടിക്കാവലയ്ക്ക് സമീപമുള്ള ചതുപ്പ് നിലയങ്ങളിലാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ആ സമയം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചെങ്കിലും ആ കടുവയുടെ അടുത്ത് നിന്ന് ഏകദേശം 50-100 മീറ്ററിന് താഴെ ചുറ്റളവിൽ തന്നെ ഈ RRT സംഘം ഉണ്ടായിരുന്നു. അതായത് വെടിവെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിരുന്നു. പക്ഷേ ഇതിലൊരു ആശങ്ക ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ആയതുകൊണ്ട് തന്നെ അതായത് മയക്കുവെടി വെക്കുന്നതിൽ ചെറിയൊരു വ്യക്തതക്കുറവുണ്ടായിരുന്നു. അതായത് രാത്രി ആയതുകൊണ്ട് ആ ഒരു അത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഇന്നലെ വനവകുപ്പിന്റെ സംഘം ഇവിടെ ഇപ്പോഴത്തെ വനവകുപ്പിന്റെ നിലപാട് എന്താണ്? ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണോ? അതെ, വനംവകുപ്പ് ഇപ്പോഴും പ്രഥമ പരിഗണന കൊടുക്കുന്നത് കടുവയെ കെണി വെച്ചിട്ട് അതായത് കടുവയെ കൂട്ടിലേക്ക് കയറ്റാൻ തന്നെയായിരുന്നു വനവകുപ്പിന് പ്രഥമ പരിഗണന എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കൂട്ടിൽ കയറ്റി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും വനംവകുപ്പ് ഈ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കും. അതായത് നേരത്തെ ഈ വയനാട് DFO അജിത് കെ രാമൻ അതായത് മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് കടുവയുടെ ആരോഗ്യനില സംബന്ധിച്ച് ചെറിയൊരു ആശങ്ക അദ്ദേഹം പുലർത്തിയിരുന്നു. കാരണം നേരിട്ട് മയക്കുവെടി വെച്ച്
വെച്ച് കഴിഞ്ഞാൽ ഈ കടുവ ചിലപ്പോൾ കടുവയുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും അവിടെ അജിത് രാമൻ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ കൂടാതെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ആശങ്കയുണ്ട്. അതായത് ഇന്നലെ സർവകക്ഷി യോഗം കഴിഞ്ഞിരുന്നു. കടുവയെ പെട്ടെന്ന് മയക്കുവെടി വെക്കണം തന്നെ എന്നൊരു ആവശ്യം തന്നെയാണ് അതായത് ഈ ജനകീയ സമിതി ഭാരവാഹികളും ജനങ്ങളും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ അവരെ ആശങ്ക പൂർണ്ണമായിട്ട് പരിഹരിക്കും തന്നെയാണ് വയനാട് DFO പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ സ്ഥലത്തെ സമീപവാസി കൂടി നമ്മളോട് ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഏത് രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഇതിപ്പോൾ ഡ്രോൺ പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഇന്നലെ ഇവിടെ കടുവ പിടിച്ച ഇന്നലെ 1 കിലോമീറ്റർ അപ്പുറമാണ് പിടിച്ചത്. അതിന് മുമ്പ് പിടിച്ചതും ഏകദേശം 1 കിലോമീറ്റർ അപ്പുറം തന്നെ. അപ്പോൾ ഈ സർക്കിളിൽ തന്നെയാണ് ഇപ്പോൾ ഈ കടുവ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം വനംവകുപ്പ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നോ? മുന്നറിയിപ്പ് പുറത്തിറങ്ങരുന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത് ഭൂരിഭാഗം ആൾക്കാർ ക്ഷീരകർഷകരാണ്. പിന്നെ എൻ്റെ ചേട്ടൻപുള്ളിയാണ് പാലളവാണ്. അപ്പം ചേട്ടൻപുള്ളിനെ കൊണ്ടുവിടാൻ വേണ്ടിയാണ് ഞങ്ങളൊരു 5 മണിയാകുമ്പോൾ എണീറ്റ് കൊണ്ടുവിട്ടിട്ട് വരുമായിരുന്നു. കാറിലായിരുന്നു ഞങ്ങൾ ഫ്രണ്ടിലെ ചേട്ടൻപുള്ളി പുറകിൽ. അങ്ങനെ നമുക്കൊരു പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ കടുവ പെട്ടെന്നെങ്ങാനും ചാടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പം അങ്ങനെ പോയിട്ട് വരുമായിരുന്നു. അതെ ആതിര ഇവിടെയുള്ള പ്രദേശവാസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ക്ഷീരകർഷകരാണ്, അതുപോലെ കൃഷിക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പുറത്തിറങ്ങുന്നതിലൊക്കെ വെച്ചൊരു ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ ഈ കടുവ ആടിനെയാണ് ആക്രമിച്ചിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അത് മനുഷ്യരെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത, അത്തരത്തിലൊരു ആശങ്ക ഇതേ നമ്മളോട് കൂടി പങ്കുവെക്കുന്നുണ്ട്. ഈ നേരത്തെ ഇപ്പോഴും ഇവിടെ ഈ RRT സംഘത്തിൻ്റെ ഡ്രോൺ പരിശോധന, ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പെട്ടെന്ന് തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്യാനും കഴിയുമെന്ന് അന്നേ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൂടാതെ തന്നെ ഈ ഗ്രാമീണ റോഡുകൾ ഏകദേശം ഒക്കെ വനംവകുപ്പ് അടിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെയുള്ള ഈ ജനങ്ങൾക്ക് ഈ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ മറ്റു സ്ഥലങ്ങളിൽ, അതായത് മറ്റു സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇനി എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിൽ അതിനെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും തയ്യാറായിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറി അതായത് ഇന്നലെ ആടിനെ ആക്രമിച്ച സ്ഥലത്ത് തുടരുന്നുണ്ട്. എന്തായാലും അമരക്കുനിയിൽ ജനവാസ മേഖലയിൽ ഭീതി പടർത്തുന്ന കടുവയെ ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും ഇപ്പോൾ RRT സംഘവും വനംവകുപ്പും അടക്കം അവിടെ തുടരുന്നുണ്ട്. ഇന്നും തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ വീണ്ടും ഒരു ആടിനെ കടിച്ചു കൊന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം. തെർമൽ ഡ്രോൺ സംവിധാനം അടക്കമുള്ള പരിശോധനകൾ ഇന്നും തുടരും. കണ്ടാലുടനെ മയക്കുവെടിവെക്കാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന് അനൽക സെയ്ദ്.